ഹലോ 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 കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് പോണത് ഫ്രാങ്ക്ഫർട്ടിലെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് കേട്ടത് കേട്ടോ. ഇന്ത്യൻ ശ്രീലങ്കൻ ഫുഡ് ഫെസ്റ്റിവൽ കാണാനായിട്ട് പോവാണ് ഞങ്ങള്. അപ്പൊ ഒരു ഇന്ത്യൻ അറ്റയറിലാകാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ചുരിദാർ കുർത്തയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. പോയി കണ്ടു വേണം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ. അതുകൊണ്ട് നമുക്ക് പോണ വഴിക്ക് കാണാം. അപ്പൊ ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ റെസ്റ്റോറന്റ്, ഇന്ത്യൻ പെപ്പർ ഉണ്ട്. പിന്നെ പല റെസ്റ്റോറന്റുകാരുടെ ഔട്ട്ലെറ്റുകൾ, അല്ലാതെ പ്രൈവറ്റ് ആൾക്കാരുടെ ഔട്ട്ലെറ്റുകൾ, ഇന്ത്യൻ ദോശ, പിന്നെ സമോസ, അങ്ങനെയുള്ള സ്നാക്കുകൾ. നമുക്കും പേഴ്സണലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഫുഡ് മെൽഡൻ ചെയ്ത് അവരുടെ ഓർഗനൈസേഴ്സിന്റെ അടുത്ത് മെൽഡൻ ചെയ്ത് അതിന് എന്തെങ്കിലും ഫീസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അത് നേരത്തെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ തുടങ്ങിയിട്ട് 3 ദിവസമായി. വെള്ളി, ശനി, ഞായറായിരുന്നു. നമ്മള് ലാസ്റ്റ് 2 hourലാണ് നമ്മൾ പോണത്. എന്ത് മിച്ചം ഉണ്ടാവും എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ലാസ്റ്റ് 2 hour വൈകുന്നേരം 8 മണി വരെയാണ് ഉള്ളത് ഇന്ന് ഞായറാഴ്ച. അപ്പം നമ്മളിപ്പോ ഓൾമോസ്റ്റ് 5:45 സ്റ്റാർട്ട് ചെയ്തപ്പം. ഇപ്പൊ അവിടെ ചെന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് കിട്ടുമായിരിക്കും. ലാസ്റ്റ് ടൈം ഞങ്ങളിപ്പോ ജർമ്മനിയിൽ ഞങ്ങൾ ഒരുമിച്ചായിട്ട് തന്നെ ഓൾമോസ്റ്റ് 10 വർഷത്തോളമായി. 10 വർഷമായെങ്കിലും ഈ 10 വർഷമായിട്ട് ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കണത്. ബേസിക്കലി എനിക്കും ഇന്ത്യൻ ഫുഡാണ് ഇഷ്ടം. ഇപ്പൊ വീട്ടിലാണെങ്കിലും ഇന്ത്യൻ ഫുഡാണ് എപ്പോഴും. നമ്മൾ കേരള ഫുഡാണ് കുക്ക് ചെയ്യണതും എല്ലാം ആണെങ്കിലും. നമുക്കിപ്പോൾ പുറത്തു പോയിട്ടാണെങ്കിലും ഇവിടുത്തെ സ്പെഷ്യലോ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ സ്പെഷ്യലുകളൊക്കെ ഇവിടെ കിട്ടും നമുക്ക് ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പൊതുവേ എനിക്ക് എവിടെ പോയി എന്ത് സ്പെഷ്യൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആളാണ്. അപ്പം ഇന്ത്യൻ ഫുഡാണ് കൂടുതൽ, നമ്മുടെ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇപ്പം പിള്ളേരാണെങ്കിലും കുഞ്ഞിതിന് അത്ര ഇഷ്ടമില്ല. പക്ഷെ മൂത്ത ആൾക്ക് എന്തായാലും ഇന്ത്യൻ ഭക്ഷണം കൂടുതൽ ഇഷ്ടമാണ്. കപ്പയും മീൻകറിയും, അല്ലെങ്കിൽ മീൻകറിയൊക്കെ അവൾക്ക് അവള് നോക്കുക, മീൻകറിയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചിക്കൻ കറി, അവൾക്ക് ഇങ്ങനെ ചാറ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോര് കറി. നമ്മൾ പോണ വഴിക്കുള്ള ഒരു വ്യൂ ആണിത്. ഈ കാണുന്ന ഒരു ടവറ് കണ്ട, അതിന്റെ ബാക്കിൽ കണ്ടോ പുതിയൊരു ബിൽഡിങ്ങും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഭയങ്കര ഓൾഡ് ഒരു ടവറാണ്. അപ്പം ഇത് ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ എഴുതി കാണിക്കുക അത് എന്ത് ടവറാന്നുള്ളത്. അപ്പം ഇതൊക്കെ ഇവിടുത്തെ ഒരുപാട് പഴയ ഫ്രാങ്ക്ഫർട്ടിലുള്ള പഴയ ബിൽഡിങ്ങുകളാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ. പിന്നെ പോരുമ്പോൾ ഒരുപാട് ദൂരമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പോകുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സ്ഥലത്തെത്തി. നമ്മൾ ഫ്രാങ്ക്ഫർട്ട് ടൗണിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇത് ഫ്രാങ്ക്ഫർട്ട് ടൗണിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം നമുക്ക് കുറേ ദൂരം കാഴ്ചകൾ കാണാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വണ്ടിയിൽ കയറിയിരുന്നു, പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി. ഇപ്പം നമ്മൾ പാർക്കിംഗ് പ്ലേസിൽ, പാർക്ക് ഫ്ലാറ്റ്സ് എന്ന് പറയും, പാർക്ക് ഫ്ലാറ്റ്സിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ പാർക്കിംഗ് പ്ലേസ് കാണിക്കുന്നത്. ഇവിടെ എവിടെയാ സ്ഥലമുള്ളത് നോക്കണം. അവിടെ റൈറ്റ് ഗ്രീൻ കാണിക്കുന്നുണ്ട്. റൈറ്റ് ആണോ വെള്ളോട്ടാണോ? അവിടെയൊക്കെ കുറെ ഒഴിവ് ആദ്യത്തെ പ്ലേസുകളെല്ലാം പിന്നെ തോന്നുന്നു. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കുറെ കാലി സ്ഥലമുണ്ട്. പക്ഷെ ഇങ്ങനെ വേറെ ആൾക്കാർക്ക്, അംഗവൈകല്യം ഉള്ള ആളുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഫ്രീ ആയിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളാന്ന് തോന്നുന്നു. നമ്മൾ 2ാമത്തെ ഫ്ലോറും ഇവിടെ എവിടെയോ ഗ്രീൻ. ഇതിനകത്ത് എവിടെയോ കാണിച്ചിട്ടില്ലല്ലോ. അപ്പാട്ടെന്ന് പറഞ്ഞ പുറത്തോട്ട് പോണല്ലേ? അത് ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ. 4 പേര് ഇരുന്നിട്ട് ആരും കണ്ടില്ല. ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പ്ലേസ് കിട്ടി. പാർക്ക് ചെയ്തിട്ടപ്പോ ഇറങ്ങി പോവാം. നമുക്ക് പരിചയമുള്ള ആൾക്കാർ വരുമോന്ന് അറിയത്തില്ല. കേറ്റ്ലിൻ അമ്മ നടക്കുവാണ്.
വഴക്കാണോ കിക്കി? കൈ സൂക്ഷിക്കണം. നോക്കൂ, 2200 രൂപ. 2200 രൂപയുടെ മൈലാഞ്ചി. നിങ്ങൾ മുതലാവുമെന്ന് അല്ലേ? കേത്തിന്റെ അമ്മയുടെ അപ്പൊ പോലീസ് ചിക്കാളെ. ഓക്കെ, അപ്പം നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കഴിഞ്ഞൊരു മനോഹരമായ കാര്യം ചെയ്തു. കയ്യിൽ കണ്ടോ മൈലാഞ്ചി. എന്റെയും കേറ്റിന്റെയും കയ്യിൽ ചെയ്തു കേട്ടോ. നാട്ടിലാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ നാട്ടിൽ എത്ര രൂപയാന്ന്. ചിലപ്പോൾ ഒരു 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ പീച്ചണ മൈലാഞ്ചി കിട്ടുമായിരിക്കും. 25 രൂപയ്ക്ക് കയ്യിൽ നമ്മൾ മേടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ 25 രൂപയെ പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ ഇത്രയും ചെയ്തതിന് 20 യൂറോ കൊടുത്തു. അതായത് ഒരു 2000 രൂപ. ഈ മൈലാഞ്ചി വല്ല ചെമ്മൂലോ ഷൈനിലോ അല്ലെങ്കിൽ ആമസോണിലോ വല്ല 5 യൂറോയ്ക്കോ 2 യൂറോയ്ക്കോ കിട്ടുന്ന സാധനം മേടിച്ചിട്ട് സ്വന്തമായിട്ട് വരയ്ക്കാനുള്ളതിന് പോയി ഇങ്ങനെ ഒരു ഒക്കേഷനിൽ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നും. അവരോട് ഇരുന്ന് ചെയ്യണ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ സ്വന്തമായിട്ട്. പിന്നെ അപ്പത്തെ ആ ഒരു മൂഡിൽ അങ്ങ് ചെയ്തു. ഞാനാണെങ്കിൽ
ഒരു ബിരിയാണിയും ഒരു ചിക്കൻ 65ഉം ഒരു മസാല ദോശയും മേടിച്ചിട്ട് 24.5 €. കണ്ടോ രഞ്ജു ഇത്രയും മേടിച്ചിട്ട് 24.5 €. ഞാനാണെങ്കില് എന്റെ കയ്യിൽ ഇത് മാത്രം ചെയ്തിട്ട് 20 €. അപ്പൊ ആർക്കാ ലാഭം? 4 € എനിക്ക് കുറവായത്. ഓരോ ആൾക്കാരുടെ സന്തോഷം. രഞ്ജുവിന് ഭക്ഷണം കഴിക്കണ സന്തോഷം, എനിക്ക് ഇത് വരയ്ക്കണത് സന്തോഷം. പക്ഷെ ഇത്ര സന്തോഷമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇത് കഴിയുമ്പോ അറിയാതിന് നല്ല കളറൊക്കെ വരുവോ അതെയോ ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ. ഇവിടെ ഉള്ളവര് കേൾക്കുമ്പോ ചിലപ്പോ പിച്ചത്തരം പറയാം. നമ്മള് നാട്ടിലൊക്കെ ഉള്ള മലയാളികളോടാട്ടോ ഇത് കൺവേർട്ട് ചെയ്തിട്ട് പറയുന്നത് 2000 രൂപ. പിച്ചത്തരമൊന്നുമല്ല ഇവിടെ ഉള്ളവർക്ക്. അവിടെ അധികം ആൾക്കാരൊന്നും പോയി നീ മൈലാഞ്ചി ഒന്നും ചെയ്യണമൊന്നുമില്ല. അവര് മെയിൻ ആയിട്ട് അവിടെ വന്ന് ഇങ്ങനെ കുറച്ചു നേരം അവിടുത്തെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ സ്റ്റോളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഫുഡിന്റെ പല ആന്ധ്ര, കന്നഡ, പിന്നെ തമിഴ്, മലയാളികളുടെ മാത്രം ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ എല്ലാം പോയി എല്ലാരും ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ ഇതിനു വേണ്ടി ഇത്രയും പൈസ. അപ്പൊ നോക്കുമ്പോ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ പോലെ രഞ്ജിത്ത് അത്രയും ഭക്ഷണം കഴിച്ചിട്ട് 24 € ആയുള്ളൂ. ഇതിപ്പോ കയ്യിലിട്ടതിന് എനിക്ക് 20 € ആയി. അപ്പം സ്വാഭാവികമായിട്ടും അത് ആൾക്കാർ പൈസ നോക്കുമല്ലോ അതില്. ഇപ്പൊ ചിലർക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അത്രയും കഴിച്ചു എന്ന് വരും. ഇതും കൊണ്ട് ഇപ്പൊ എന്താ ഗുണമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അല്ല ഞാൻ പറയുക, ഇത് ബേസിക്കലി ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തു പോയി ചെയ്ത് പൈസ കളയാതെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണ ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതും ഈ പറഞ്ഞ പോലെ ആ ട്യൂബ് മേടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടുത്തെ ആ ഒരു രീതിക്ക് നമ്മൾ അങ്ങനെ മൈലാഞ്ചി ഒന്നും ഇട്ട് നടക്കാറില്ല, ചെയ്യാറുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ അതൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതായിരുന്നത് കൊണ്ട്, ഒരു ഫെസ്റ്റിവൽ ആയിരുന്നത് കൊണ്ട് ആ ഒരു മൂഡിൽ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മള് ഇപ്പം ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ടാറ്റു ഒക്കെ ചെയ്ത് നടക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ടാറ്റു ആണല്ലോ മൈലാഞ്ചി എന്ന് പറയുന്നത്. ഇന്ത്യൻ വേർഷൻ ആണത്, മൈലാഞ്ചി ഇട്ട് നടക്കാന്ന് പറയും. ഇവിടെ ആൾക്കാര് ടാറ്റു ചെയ്ത് നടക്കണോ അതുപോലെ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷവും കൂടെ. ഞങ്ങൾ ഇരുട്ടി തുടങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോവാ. ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്. 8 മണി വരെ ആയിരുന്നു. ഇതാണ് ഫ്രാങ്ക്ഫർട്ടിൽ ജീവിക്കുമ്പോൾ ഒരു ഗുണവും ദോഷവും. നമ്മള് ചുമ്മാ ഒരു സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നു. പോയിട്ട് വരുമ്പോഴേക്കും അവിടെ നമ്മളൊന്ന് കറക്കി ഇറങ്ങിയപ്പോഴേക്കും 10-75 € നമ്മൾ സ്പെൻഡ് ചെയ്തു. അയ്യോ, ഇതാണ് ഞങ്ങളുടെ ഇന്ത്യൻ കോൺസുലേറ്റ്. നിങ്ങളെ കാണിച്ചു തരാം. അതേ കണ്ടോ, ജർമ്മനിയിലത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് അത്. കണ്ട, അതാണ് ജർമ്മനിയിലത്തെ ഇന്ത്യൻ കോൺസുലേറ്റ്. എവിടെ ആക്ച്വലി ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട്സിനെ വിളിച്ചതായിരുന്നു, നിങ്ങൾ വരണുണ്ടോ എന്ന് ചോദിച്ചപ്പം. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ 45 ഡിഗ്രി ചൂടായിരുന്നേ. അപ്പൊ ആ ചൂടായതുകൊണ്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ ഇപ്പൊ അത്ര വലിയ താല്പര്യമില്ല, ചൂടായതുകൊണ്ട്. ഇപ്പം ഇന്ന് 36 ഡിഗ്രിയാ ഫോണിൽ കാണിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഒരു 40 ഡിഗ്രി വരെ വന്നു. എന്നാലും ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചൂട് കുറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങിയ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും വലിയ ചൂടില്ലായിരുന്നു. അപ്പൊ നമ്മള് വിളിച്ചവരെ കണ്ടില്ലെങ്കിലും വിളിക്കാതെ വന്ന അതിഥികളെ പോലെ ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സിനെ അവിടെ വെച്ച് ഒന്ന് കണ്ടുമുട്ടി. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, ദൈവമേ മലയാളികളെ ആരെയും കാണാനില്ലല്ലോ. കാരണം അവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, മറ്റ് സൗത്ത് ഇന്ത്യൻസ്, അതായത് തമിഴ്, കന്നഡ, ഹൈദരാബാദ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ മലയാളികൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ, ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട നമ്മുടെ പള്ളി ലേഡീസ് ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടു. അപ്പൊ അങ്ങനെ അവരെ മാത്രമേ ഇങ്ങനെ കണ്ടോളൂ. അത് പക്ഷെ യാദൃശ്ചികമായി കണ്ടതാ, വിളിച്ചു വന്നതല്ല. വിളിച്ച ആള് അപ്പൊ ചൂടാന്നും പറഞ്ഞ് വന്നില്ല, അതുകൊണ്ട് വേറെ ആൾക്കാരെ കണ്ടു. കുറെ റെസ്റ്റോറന്റുകാരുണ്ടായിരുന്നു, കുറെ പ്രൈവറ്റ് ആൾക്കാരും അവരുടെ ടാലൻസ്. ഇപ്പൊ ഇതുപോലെ ഇതൊക്കെ 1-2 ലേഡീസ് ഒരു മേശൻ സ്റ്റൂൾ ഇട്ട് ചെയ്യുന്ന പരിപാടി. കൊച്ചിന് 10 € എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരുടെയും 10 € ആയിരിക്കും. ചെയ്ത് കഴിഞ്ഞ് വെച്ചപ്പോൾ പുള്ളിക്കാരിക്ക് 20 €. പണിയൊക്കെ സെയിം തന്നെ. പണി സെയിം, വലിയ കൈയാകുമ്പോ ഇച്ചിരി കൂടെ ഇത് കൂടുന്നു. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താം. അവിടെ ഡ്രസ്സിന്റെ ഒക്കെ ഒരു ചെറിയ കോർണർ ഉണ്ടായിരുന്നു. ആൾക്കാർ പേഴ്സണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യണവര് അതൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കഴിവുകളുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഡ്രോയിങ്, ഇതൊക്കെ മൈലാഞ്ചി ഒക്കെ ചെയ്യാം. അങ്ങനെ ഇതെല്ലാം ബ്ലാക്ക് ആണ്. ഇന്നത്തെ ഒന്നും ബില്ലില്ല, എല്ലാം ക്യാഷ് ഉള്ള പരിപാടികളാണ്. ഒന്നിനും ബില്ലില്ല. നമ്മൾ കൊടുത്തതെല്ലാം വാങ്ങിച്ച് സാധനം വാങ്ങിച്ചു പോവാന്നേ ഉള്ളൂ. അപ്പൊ ബില്ലൊന്നും ഇല്ല. അപ്പൊ കയ്യില് പൈസ കിട്ടും ആൾക്കാർക്ക്, അത് ടാക്സ് ഇല്ലാത്ത പൈസ. കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പോയി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇന്ത്യൻ ഫെസ്റ്റിവൽ അല്ലേ, അപ്പൊ ഒരു ഇന്ത്യൻ ലുക്കിൽ പോവാന്ന് വിചാരിച്ചു. കുർത്തേക്കിട്ട് പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ചെന്നപ്പോ, പക്ഷെ അവിടെ അധികം ആരും ഇന്ത്യൻ അറ്റയറിലൊന്നും ആരെയും കണ്ടില്ല. എല്ലാവരും വെസ്റ്റേൺ മോഡേൺ ഇതിൽ തന്നെയായിരുന്നു. അതായത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെയൊന്നും
ഞങ്ങളൊക്കെ വെസ്റ്റേൺ ഞങ്ങൾ അതെ, ഞാൻ ഇങ്ങനെയൊന്നും നമ്മൾ ഇടാറില്ലല്ലോ ഡ്രസ്സുകൾ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഒക്കേഷൻ കിട്ടുമ്പോ നമ്മൾ അങ്ങനെ ഇടാന്ന് വിചാരിച്ച് ഇട്ടു. നല്ല ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരുടെ. ഡാൻസ് കളിക്കാണ് പിള്ളേർക്ക് താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അവർ അതിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കും തോന്നുന്നു. എന്തായാലും ഇരുട്ടായി, 8:40 നമ്മൾ വീടെത്താറായി. പിന്നെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. ഇപ്പൊ എന്തായാലും ഇരുട്ടാവും ഇതിന്റെ ഉള്ളിലോട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ പോയ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും, ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.